പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എവ്രിവൺ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. നല്ലൊരു ഞായറാഴ്ചയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ വിളിക്കുക. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിൽ ഏതെങ്കിലുമൊക്കെ നമ്പറിൻ്റെ ഉള്ളിൽ സ്വർണ്ണ നാണയം വെച്ചിട്ടുണ്ട്. യെസ്, വെറുതെ അല്ല കേട്ടോ. വിളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വൗച്ചറോ അല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് വിളിച്ച് കിട്ടിയല്ലോ അത്രയേ ഉള്ളൂ എന്നല്ല, നമ്മൾ സ്വർണ്ണ നാണയമാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ ഇരിപ്പുണ്ട്. അത് ഏതിലാണെന്നുള്ളത് നിങ്ങളൊരു ഭാഗ്യ പരീക്ഷണം നടത്തുക, വിളിക്കുക, അതാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഇപ്പോൾ വിളിച്ച് കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാട്സാപ്പിലും ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. വാട്സാപ്പ് നമ്പർ ഞാൻ പറഞ്ഞുതരാം, ദയവായി നോട്ട് ചെയ്യുക. ഇത് വാട്സാപ്പിന് വേണ്ടി മാത്രമുള്ള നമ്പറാണ്. ഇതിൽ കോൾ ചെയ്യാൻ പറ്റില്ല. കോളിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുകയുമില്ല. മാത്രമല്ല, അത് വെറുതെ ഫുൾ ലൈൻ ഡിസ്റ്റർബ്ഡ് ആക്കും. അതുകൊണ്ട് അതിലേക്ക് വിളിക്കാനേ പാടില്ല. നമ്പർ ഞാൻ പറയാം, 8086011443 8086011443. ഇത് വാട്സാപ്പ് നമ്പറാണ്. ഇതിനകത്ത് ഏത് നമ്പറിലാണോ, ഈ കാണുന്ന നമ്പേഴ്സിൽ ഏതിലാണോ സ്വർണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും സ്ഥലവും ആ നമ്പറും വെച്ച് വാട്സാപ്പ് ചെയ്യുക. 12:45 വരെയുള്ള വാട്സാപ്പ് മെസ്സേജസ് എല്ലാം ഞങ്ങൾ ശേഖരിച്ച് 12:45-നും 1 മണിക്കും ഇടയ്ക്ക് ഞങ്ങൾ നോക്കും ഈ കോൾസ് വിളിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടില്ലാത്ത നമ്പേഴ്സ് ഏതാണ് വാട്സാപ്പിൽ വന്നിട്ടുള്ളത്, അതിലേതെങ്കിലും ഒന്നിൽ സ്വർണ്ണമുണ്ടോ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ വിന്നറിനെയോ വിന്നേഴ്സിനെയോ, ഒന്നിലധികം ജേതാക്കളും ഉണ്ടാവാറുണ്ട് കേട്ടോ ചിലപ്പോൾ വാട്സാപ്പിലൊക്കെ, അത് ഞങ്ങൾ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കും. ഓക്കെ, അങ്ങനെ സന്തോഷം നിറഞ്ഞൊരു ഞായറാഴ്ച ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ കോളർ. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പത്മജ. പത്മജ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? ചങ്ങനാശ്ശേരി. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ദീപ ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? മക്കളൊക്കെ? മക്കൾ 2 പേരാണ്, ഒരു മോളും ഒരു മോനും. മോള് ചങ്ങനാശ്ശേരി CBSE ക്ലാസിക് സ്കൂളിലെ ടീച്ചറാണ്. ഓക്കെ. മോൻ ചങ്ങനാശ്ശേരി ആലുവ ഫെഡറൽ ബാങ്കിൽ മാനേജറാണ്. ഓ, വെരി നൈസ്, വെരി നൈസ്. അപ്പം രണ്ടാളും ചങ്ങനാശ്ശേരി തന്നെ ഉണ്ട് അല്ലേ? ഇല്ല, മോൻ ആലുവയിലാണ്. മോൻ ആലുവയില് ബാങ്കിൽ മാനേജറാണ് അല്ലേ? ശരി, ഓക്കെ. മാരീഡ് ആണ്. 2 പേർക്ക് 2 കുട്ടികളുണ്ട്. അപ്പൊ ഒരു മുത്തശ്ശിയും കൂടെയാണ് അല്ലേ? മുത്തശ്ശിയാണ്. എന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ 7-ാം തീയതി. അവിടെ മണ്ണാർക്കാല ആയില്യമാണ്. ഡേറ്റ് നവംബർ 7-ആണ്. വിഷ് ചെയ്യണമെന്ന് ദീപ. വെരി ഗുഡ്. എന്റെ മോന്റെ പേര് പറയാമോ? മോളുടെ പേര് മീനാക്ഷി. മോളുടെ ആണോ പിറന്നാളായിരുന്നു എന്ന് പറഞ്ഞത്? മൂത്ത മോളുടെ പിറന്നാളായിരുന്നു മീനാക്ഷി. ഓക്കെ, മീനാക്ഷി. മീനുക്കുട്ടി എന്നാണെന്ന് തോന്നുന്നു വീട്ടിൽ വിളിക്കുന്നേ. അപ്പൊ മീനുട്ടിയുടെ പിറന്നാൾ ആഘോഷമൊക്കെ നന്നായിരുന്നോ? ഹാപ്പി ബർത്ത്ഡേ. ബിലേറ്റഡ് ആണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ടു മീനാക്ഷി. ഈ മാസം മുഴുവൻ ബർത്ത്ഡേ ആഘോഷിച്ചോളൂ, നമുക്ക് ബിലേറ്റഡ് ആക്കണ്ട കേട്ടോ. ഈ മാസം മുഴുവൻ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഡിസംബർ 1-ാം തീയതി മോന്റെ മോളുടെ തൻവിയുടെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പം 2 കൊച്ചുമക്കളുടെ ജന്മദിനങ്ങൾ അടുത്തടുത്താണ്. ഒരാൾ നവംബർ, ഒരാൾ ഡിസംബർ 1-ാം തീയതി. ഡിസംബർ 1 പറഞ്ഞേ? ഡിസംബർ 1-ാം തീയതി മോന്റെ മകൾ തൻവി. ഓക്കെ, തൻവി, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു യു. ഡിസംബർ 1-ാം തീയതിയാണ്. ശരിക്കും ഭയങ്കര ഭാഗ്യമുണ്ട് കേട്ടോ നിങ്ങൾ രണ്ടാളുടെയും മുത്തശ്ശിക്ക്. കാരണം വിളിച്ച ആ സമയം തന്നെ കിട്ടി. നിങ്ങൾ 2 പേരുടെയും പിറന്നാള് കേരളം മുഴുവൻ അറിയിക്കാനും പറ്റി. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷ് യു എ ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ടു ബോത്ത് ദി ഗ്രാൻഡ് ചിൽഡ്രൻ. ഓക്കെ, ഓക്കെ. അപ്പൊ ഒരു പ്രാവശ്യം സ്വർണം കിട്ടിയതാണ് എനിക്ക്. ഓക്കെ, അപ്പൊ ഇത്തവണ ഒന്നുകൂടെ കിട്ടുമോ നമുക്ക് നോക്കാം. നമ്പർ പറഞ്ഞോ. നമ്പർ 17. നമ്പർ 17 ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അഥവാ സ്വർണ്ണമുണ്ടെങ്കിൽ മീനൂട്ടിക്കാണോ തന്വിക്കുട്ടിക്കാണോ?
ഒരെണ്ണം മീനാക്ഷിയുടെ അനിയത്തിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കിട്ടുവാണെങ്കിൽ താങ്ക്യൂ. ഓക്കെ, ഡൺ. അപ്പൊ 17 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, ഇല്ലല്ലോ. നമ്മുടെ പ്ലാനിങ് മൊത്തം കൊളായല്ലോ. എന്തൊക്കെ പ്ലാൻ ആയിരുന്നു നമുക്ക്. വിളിച്ചു കിട്ടി, സന്തോഷ വാർത്തയൊക്കെ പറയാൻ പറ്റിയില്ലേ, അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ എന്തായാലും മറ്റേ 2 കൊച്ചുമക്കളുടെ പേരൂടെ പറയാം. ഒന്ന് നിവേദ് വി നായരും ഒന്ന് മാളവിക നായർ. മാളവിക നായരും മറ്റേത് മാളവിക പിള്ളേ നിവേദ് വി നായരും. മാളവിക പിള്ളേ വിനീത് പി നായർ. വിവേക് വി നായർ. ഓക്കെ. അപ്പം 4 കൊച്ചുമക്കളും ശരിക്കും ഒരു അമ്മുമ്മ മുത്തശ്ശിയുടെ ഒരു ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ 4 പേരും കേട്ടോ. 4 പേരും പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഹാപ്പി ബർത്ത്ഡേ ടു തന്വി ആൻഡ് മീനുട്ടി വൺസ് അഗൈൻ ആൻഡ് ഹായ് ടു ബോത്ത് ദി അതേഴ്സ്, വിനീത് ആൻഡ് മാളവിക. ഓക്കെ, വിവേക് ആൻഡ് മാളവിക. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച് ചേച്ചി വിളിച്ചതിന് കേട്ടോ. ഇനി വീണ്ടും വിളിക്കാം. താങ്ക് യു. അതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നേരത്തെ പറയുന്നുണ്ടായിരുന്നു മീനൂട്ടിയുടെ പിറന്നാൾ നവംബർ 7-ാം തീയതി ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. മണ്ണാർശാല ആയില്യമാണ് നക്ഷത്രം. ഭയങ്കര ഐശ്വര്യമുള്ള ഇതാട്ടോ. ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. മണ്ണാർശാല എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് പെട്ടെന്ന് അതും കൂടി പറയാമെന്ന് വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഒരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് പറയാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ജയൻ. ജയൻ. എവിടുന്നാണ് ജയൻ വിളിക്കുന്നത്? ജയൻ ഭയങ്കര ഇഷ്ടപ്പെട്ട നടനായിരുന്നോ? അതാണ്. എന്ത് ചെയ്യുന്നു ജയൻ? എനിക്ക് മരപ്പണിയാണ്. ഓക്കെ, ശരി. ജയന്റെ ആരാണ്? സീമ എന്ന പേരുള്ള കൂട്ടുകാരി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ശരി. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ജയൻ? ഇപ്പൊ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. വൈഫ്, പിന്നെ മക്കള്? മകളുടെ വിവാഹം കഴിഞ്ഞു. മോൻ ജോലിക്ക് പോകുന്നു. അയ്യോ, ഇത്രയും മുതിർന്ന ആളായിരുന്നു, എന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കോമഡി ചോദിച്ചത്. സോറി കേട്ടോ. നമ്മളെ മുഖം കാണാത്തത് കൊണ്ടും നമ്മൾ നേരിട്ട് കാണാത്തത് കൊണ്ടും ചിലപ്പോ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും. ക്ഷമിക്കുക. ലേലുവല്ലു. ഓക്കെ. ചില ആൾക്കാരുടെ സൗണ്ട് കേട്ടാലേ കൊച്ചുപിള്ള ഒരു 10-12 വയസ്സായ കൊച്ചുങ്ങളുടെ സൗണ്ട് കാണും. അതുപോലെ ഒരുപാട് പേർക്ക് അവസരം പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള സൗണ്ട് ആണ് ജയന്റെ എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഓക്കെ, ഡൺ. ഞാൻ വെറുതെ തമാശയൊക്കെ പറയണത്. എന്തെങ്കിലും തമാശ ഇല്ലെങ്കിൽ ബോറടിക്കില്ലേ? അതുകൊണ്ട് വെറുതെ പറയണത് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. അതെ, ഏതൊക്കെ പോയിപ്പോ നമുക്കിപ്പോ ഒരു 5 വർഷമായിട്ട് കറണ്ട് പോയി. അല്ല, ഏത് നമ്പർ പറഞ്ഞാലും കുഴപ്പമില്ല. ഒന്നും പോയിട്ടില്ല ഇതുവരെ. ആകെ ഒരു നമ്പറേ പോയിട്ടില്ല. അപ്പോ 45. ഓക്കെ, 45-നുള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കറണ്ട് ഇല്ലാതെ വെറുതെ പറഞ്ഞ ഒരു നമ്പറാണ് 45 അല്ലെ? അപ്പൊ അത് നോക്കാം നമുക്ക് അതിൽ ഉണ്ടോന്ന്. ഭാര്യ അടുത്തുണ്ടോ? ഉണ്ട് അല്ലെ? എത്തി നോക്കുകയാണ് അല്ലെ ടിവിയിലേക്ക്? ഓ ശരിയാ, കറണ്ട് ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ തുറന്നു നോക്കാൻ പോവാ. നോക്കിക്കോളൂ. 45 ഞാൻ തുറക്കാണ്. നോക്കണ്ട, കേട്ടോളൂ. 45 തുറക്കാൻ പോവാണ്. ദൈവമേ, കൺഗ്രാറ്റുലേഷൻസ്, സ്വർണ്ണം ഉണ്ട്. ദൈവമേ, ഇത് എന്തൊരു ഭാഗ്യം ഇത്. എന്നാലും ടി.വി. നോക്കാൻ പറ്റില്ല, കറണ്ട് ഇല്ല, എന്നിട്ട് വെറുതെ നോക്കി വിളിച്ചു. ഏതാ? വെറുതെ ഗസ് ചെയ്തു. 45. നമുക്ക് ഭയങ്കര സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. അങ്ങനെ ഈ സ്വർണ്ണ നാണയം എങ്ങനെയാ? ഭാര്യക്കുള്ള സമ്മാനാണോ? അപ്പോഴത്തെ പോലെ എനിക്ക് എടുക്കാൻ തോന്നുകയാണെങ്കിൽ ഞാനങ്ങ് എടുക്കും അല്ലേ? ശരി, എന്തായാലും സന്തോഷമുള്ള ഒരു ഞായറാഴ്ച ആണല്ലോ ഇന്ന്. അത് മതി. ഓക്കെ. അപ്പൊ വീണ്ടും വിളിക്കുക ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ല കോളർ കേട്ടോ. എന്ന് വെച്ചാൽ എന്നോട് വേണമെങ്കിൽ വിരോധം തോന്നാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ എല്ലാം അതിൻ്റെ ഒരു സ്പിരിറ്റിലിട്ടു. കാരണം ചിലപ്പോൾ നമ്മളെ ഒന്നാമത്തെ ലൈവാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും വായന വീണാൽ എഡിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വന്നാൽ അതിൻ്റെ ഒരു സ്പിരിറ്റിലങ്ങ് എടുക്കുക. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ജയന് സീമ എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ടോ എന്നൊക്കെ. ഇത് കല്യാണം കഴിച്ചു പോയ 2 കുട്ടികളൊക്കെ ഉള്ള ആളാണ്. അപ്പം വേണമെങ്കിൽ എന്നോട് പരിഭവിക്കാം. പക്ഷെ നല്ല ഹാപ്പി ആയിട്ട് ആ സെൻസിലെടുത്തു. സ്വർണ്ണ നാണയവും കിട്ടി, വിച്ച് ഇസ് ഗ്രേറ്റ്. അപ്പം ചേട്ടാ വീണ്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ.
അപ്പൊ നമ്മുടെ അടുത്ത കോളറിലേക്ക് നമുക്ക് കടക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശ്രീവേദ. നിവേദ. ശ്രീവേദ. ശ്രീവേദ. ഓക്കെ, ശ്രീവേദ എവിടുന്നാ വിളിക്കണേ? കോഴിക്കോട്. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 8ല്. 8ലാ പഠിക്കണേ അല്ലേ? എങ്ങനെയാണ് 8ല്? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഭയങ്കര കൂടുതലാണോ? ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ശ്രീവേദയ്ക്ക് എന്ത് ചെയ്യാനാ ഇഷ്ടം? വെറുതെ ഇരിക്കുമ്പം ടി വി കാണുവാണോ, യൂട്യൂബ് കാണുവാണോ, അല്ലെങ്കിൽ ഡ്രോയിങ്? ഓക്കെ, നൈസ്. എന്നൊക്കെ വരയ്ക്കും? വെറുതെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും. ശരി ശ്രീവേദ, ഒരു പാട്ട് പാടി തരുമോ ഞങ്ങക്ക്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അയ്യോ, അതറിഞ്ഞൂടെ? നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികളാണെന്നുണ്ടെങ്കിൽ പാട്ട് പാടിയാൽ മാത്രമേ നമുക്ക് നമ്പറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞത്, അങ്ങനെ നിയമമൊന്നുമില്ല കേട്ടോ. തീരെ പാടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാടണ്ട. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ശ്രീവേദ, ഒരാളാണോ? അനിയത്തിയും അനിയനും ആരെങ്കിലും ഉണ്ടോ? ഒറ്റ ആളാണ്. അങ്ങനെ റാണിയായിട്ട് വിഹരിക്കുകയാണ് വീട്ടില് അല്ലേ? അതാണ്. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. റാണി അല്ല, റാണി അല്ലല്ലോ, ശ്രീവേദ. നമ്പർ പറഞ്ഞോളൂ. 27 ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ തുറക്കാൻ പോവാണ്. ശ്രീവേദ നോക്കിക്കോളൂ. അയ്യോ ശ്രീവേദ, സ്വർണ്ണം ഇല്ല കുട്ടി. അതാണ്. കാണാറുണ്ടോ ഞങ്ങളുടെ പരിപാടി? എല്ലാ ആഴ്ചയും കാണാറുണ്ട്. നല്ല കാര്യം കേട്ടോ. ഓക്കെ ശ്രീവേദ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്കും ഒരു പാട്ടൊക്കെ നല്ലോണം കേട്ട് പഠിച്ച് ഒക്കെ ഒന്ന് വിളിക്കുക. ഓക്കെ, ശരി. താങ്ക് യു. ബൈ. എന്താ അറിയില്ല, കുട്ടികളും പാട്ടും എൻ്റെ വീക്ക്നെസ് ആണ്. പഠിക്കുന്ന കുട്ടികൾ വിളിച്ച് അപ്പം പാട്ട് പാടാൻ ചോദിക്കുക എന്ന് വെച്ച് പേടിച്ച് വിളിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് പാടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ വേദക്കുട്ടി പാടിയില്ലല്ലോ, അതേപോലെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ ശരി. അപ്പം എന്തായാലും അടുത്ത കോളർ റെഡി ആണെന്ന് തോന്നുന്നു. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അയ്യോ, ഈ പേര് ഒന്നും കേൾക്കുന്നില്ലല്ലോ, റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ആരാംബിക. നല്ലൊരു വെറൈറ്റി ഉള്ള പേരാണല്ലോ. ഭയങ്കര വ്യത്യാസമുള്ള പേരാണല്ലോ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഇനിയിപ്പോ പേരിനെ കുറിച്ചൊക്കെ തമാശ പറയുന്നതിന് ആദ്യം ആളും വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കാം. വീട്ടിലാരൊക്കെ ഉണ്ട്? ഒന്നും ക്ലിയർ അല്ലല്ലോ ആരാംബിക ചേച്ചിയാണെന്ന് തോന്നുന്നു. ചേച്ചി ഒന്നും ക്ലിയർ അല്ല കേട്ടോ. ശരി, ഇഷ്ടപ്പെട്ട നമ്പർ? കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലേ? എല്ലാരും അടുത്ത് തന്നെ ഉണ്ടോ ഇപ്പം? മോള് കൊച്ചുമോളും ഒക്കെ ഉണ്ട്, പിന്നെ മോൻ പുറത്താണ്, മോളും മരുമോളൊക്കെ. ഓക്കെ, ഗുഡ്. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ആരാംബിക ചേച്ചി. 25 എന്ന നമ്പറാണ്. 25ൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 25 തുറന്നു നോക്കാൻ പോവാണ്. ചേച്ചി റെഡി അല്ലേ? അവിടെ ടി വി ഒക്കെ കാണാലോ അല്ലേ? ശരി, അപ്പൊ ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. ദൈവമേ, കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് വയ്യ. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഗോൾഡ് ആട്ടോ ഇത്. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? സന്തോഷം. ശരി, കൊറേ നാളായിട്ട് ട്രൈ ഗോൾഡ് ഇപ്പോഴാണ് കിട്ടിയത്. കണ്ടോ, അതാണ് നമ്മള്. അപ്പം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ശ്രമിക്കാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ സ്വർണം കിട്ടുമായിരുന്നോ? അതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഇന്ന് ഞായറാഴ്ച എല്ലാവർക്കും ചിക്കൻ ബിരിയാണി, ഞങ്ങളുടെ വകയല്ല, സ്വന്തം വക ചിക്കൻ ബിരിയാണി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. എനിക്ക് വയ്യ, ഇതുപോലെ ഒരു സന്തോഷമുള്ള എപ്പിസോഡില്ല. കാരണം നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. ഓരോ കോളേജ് വിളിച്ച് തുറക്കുമ്പോൾ സ്വർണ്ണം ഇല്ലാന്ന് പറയുമ്പോൾ സത്യമായിട്ടും അതിലാദ്യം സ്വർണ്ണം ഇല്ലാന്ന് കാണുന്ന ഞാനാണ്. കാരണം ഞാനിങ്ങനെ തുറക്കുമ്പോഴേ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കും. അപ്പം ഇതിലും സ്വർണ്ണം ഇല്ലേന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിങ്ങനെ അങ്ങ് ഡൗൺ ആവും. പക്ഷെ ഇന്നത്തെ 2 സ്വർണ്ണ നാണയം പോയി കഴിഞ്ഞു, വിച്ച് ഇസ് എക്സലന്റ്. ഓക്കെ ശരി, അപ്പം നമ്മുടെ അടുത്ത കോളറിലേക്ക് നമുക്ക് കിടക്കാം. ഹലോ,
പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഗോപിനാഥ്. എന്താ പേര്? ഗോപിനാഥ്. ഗോപിനാഥ്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് സർ? പാലക്കാട് നിന്നാണ്. മുൻപ് വിളിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഓക്കെ, ശരി. ഓക്കെ, അപ്പം വീട്ടിലിപ്പോ ആരൊക്കെയാ ഉള്ളത് ചുറ്റും? ഞായറാഴ്ച ആയിട്ട് കുടുംബം എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് കിടക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഗോപിനാഥ് സാർ. 64 അല്ലേ പറഞ്ഞേ? ശരി, അപ്പൊ 64 ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 64 കേട്ടില്ല, കാണുവാണെന്ന് തോന്നുന്നു. ശരി, അപ്പൊ 64 ഞാൻ തുറക്കാൻ പോവാൻ. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല, വീണ്ടും വിളിക്കോ? താങ്ക് യു. ഓക്കെ, നമ്മളെ ഇന്ന് വിളിച്ചിരിക്കുന്ന എനിക്കൊന്ന് കൂടുതലും ഇത്തിരി മുതിർന്ന ആളുകളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം മുതിർന്നവർക്ക് വേണ്ടിയും അല്ല, എല്ലാവർക്കും വേണ്ടി ഒരു വളരെ സന്തോഷമായ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മണ്ണാർശാല ആയില്യം നക്ഷത്രമുള്ള മീനുക്കുട്ടി പിറന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ ഞാൻ ഓർത്തു മണ്ണാർശാല എന്ന് കേട്ടപ്പോൾ എനിക്ക് പറയണം എന്ന് വിചാരിച്ചു. നമുക്ക് വളരെ പല ക്ഷേത്രങ്ങളിലും നമുക്ക് പോയി അവിടുത്തെ ദീപാരാധന തൊഴണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ സാഹചര്യം വന്നാലേ പോവുള്ളൂ എന്ന്. ഇപ്പം ഗുരുവായൂരൊന്നും നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. എത്ര പ്ലാൻ ചെയ്താലും ആ സാഹചര്യം ഒത്ത് വന്നാൽ, അതായത് കണ്ണൻ വിളിച്ചാലേ നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിൽ നടക്കുന്ന ദീപാരാധന ചടങ്ങുകൾ കണ്ട് ആസ്വദിച്ച്, എന്താ പറയുക, ഭക്തിസാന്ദ്രമായിട്ട് അതിൽ മുഴുകി ആസ്വദിക്കാനുള്ളൊരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. അത് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്തയാണ്. ACVയുടെ മറ്റൊരു ചാനൽ കൂടെ വരുവാണ്. ജ്യോതി എന്ന ചാനലാണ്. ജ്യോതി ശരിക്കും ആ ഒരു ചാനലിന് പറ്റിയൊരു പേര് തന്നെയാണ് അല്ലേ, ജ്യോതി. അപ്പം ജ്യോതി ചാനൽ നമുക്ക് 118 എന്ന നമ്പറിലായിരിക്കും ലഭിക്കുക. ഈ ചാനലിൽ കാണാൻ പോകുന്ന കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചകളാണ്. സോമനാഥ് ക്ഷേത്രം, അതേപോലെ കാശി വിശ്വനാഥ് ക്ഷേത്രമുണ്ട് അല്ലേ, അതേപോലെ ഇസ്കോൺ വൃന്ദാവൻ ക്ഷേത്രമുണ്ട്, മഹാകാളേശ്വർ ടെമ്പിളുണ്ട്. ഇതുപോലെ ഭാരതത്തിലെ പ്രമുഖ മഹാക്ഷേത്രങ്ങൾ നമുക്കൊരു പക്ഷേ പോകണം എന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ദീപാരാധന ചടങ്ങുകൾ, പൂജാ കർമ്മങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈവായിട്ട്, അതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, തത്സമയം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പം നമുക്ക് ശരിക്കും നമ്മൾ അവിടെ ഫിസിക്കലി പ്രസൻറ്റ് അല്ലെന്നേ ഉള്ളൂ, പക്ഷെ നമുക്കത് വളരെ ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ശരിക്കും വളരെ ഉപയോഗപ്രദമാകും. അത് കൂടുതലും മുതിർന്നവർക്കായിരിക്കും അത് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികളെയും കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ വരെ യാത്ര ചെയ്ത് കാണിക്കാൻ പറ്റില്ലെങ്കിലും ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ജ്യോതി ചാനൽ 118 ലഭിക്കും. എല്ലാവരും കാണുക കേട്ടോ. ഓൺ ദാറ്റ് നോട്ട്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ച ആദ്യത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഏവർക്കും വീണ്ടും സ്വാഗതം. ബ്രേക്കിന് മുൻപ് നമുക്ക് നമ്മുടെ 2 പ്രേക്ഷകർക്ക് സ്വർണം കിട്ടിയിരിക്കുകയാണ്. അതൊരു വലിയ ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം
വളരെ റെയർ ആയിട്ടാണ് ആദ്യത്തെ ബ്രേക്കിന് മുൻപ് തന്നെ 2 സ്വർണം 2 പേർക്ക് കൊടുക്കാൻ സാധിക്കാന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ച വളരെ റെയർ ആയ ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഇനി വരുന്ന കോളേഴ്സിനും ധാരാളം സ്വർണം കിട്ടട്ടെ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. വാട്സാപ്പിൻ്റെ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. വാട്സാപ്പ് നമ്പറിലേക്ക് വിളിക്കണ്ട എന്ന കാര്യവും ആരും മറക്കണ്ട. ഓക്കെ, അതിൽ വിളിക്കരുത്. വിളിക്കുന്നത് ഒരു ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആവും. നമ്മുടെ ഓവറോൾ പ്രോസസ്സിന് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. അതുകൊണ്ട് വിളിക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പാർവതി. പാർവതി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്തുണ്ട് പാലക്കാടൊക്കെ? എന്തുണ്ട് വിശേഷം? കുഴപ്പമില്ല, അങ്ങനെ പോണു. അങ്ങനെ പോണു അല്ലേ. അറിഞ്ഞോ, ഞാനിപ്പോ പറഞ്ഞ കാര്യം കേട്ടോ? ജ്യോതി എന്ന് പറയുന്ന ചാനൽ വരുന്നു എന്നുള്ളത് കേട്ടില്ല? കേട്ടുവോ? അതാണ്. അപ്പം നല്ല കാണണം കേട്ടോ. 118 ഒരുപാട് നല്ല നല്ല എന്താ പറയാ റെയർ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല മഹാക്ഷേത്രങ്ങളിലും നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ചാനലില്ലേ 100 ചാനൽ നമ്മളെ നമ്പർ ഇതിലില്ല. അതില്ലാത്ത പിന്നെ എങ്ങനെയാ ഇപ്പൊ കാണുന്നത്? ഇപ്പൊ മറ്റേത് ഇപ്പൊ പുതിയ സെറ്റ് ബോക്സ് മാറ്റിയാൽ നമുക്കത് കാണാനേ പറ്റില്ല. എനിക്ക് അറിയുന്നേ ഇല്ല ഇത് എവിടെയാണ് എന്താണെന്നൊന്നും അറിയുന്നത്. പിന്നെ നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചപ്പോഴാണ് ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നത്. അതെന്തറിയോ, അടുത്തുള്ള ഒരു ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാലേ അവിടുന്ന് ഒരു ടെക്നിക്കൽ ടീം വന്നിട്ട് അത് ഇന്നിപ്പോ ഞായറാഴ്ച ഉണ്ടോ എനിക്കറിയില്ല, പക്ഷെ വിളിച്ചറിയിക്കാൻ പറ്റും തോന്നുന്നു. എന്നിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അവർ ആളെ വിട്ടിട്ട് അത് ശരിയാക്കി തരും. കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ചാനൽ എന്തായാലും വേണമല്ലോ, നമ്മൾ എന്തായാലും വിളിക്കുന്നതല്ലേ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, അത് കിട്ടുന്നുണ്ട്. അത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് വിളിച്ചാൽ മതി, ആള് വരും. ഓക്കെ, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്ക് ഇത് ശരിയാക്കി എന്ന് പറയണം കേട്ടോ. അതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 23. ഇന്ന് എല്ലാരും 20കളുടെ അയ്യര് കളിയാണല്ലോ. 23. ആണോ? കാണാൻ പറ്റില്ല അല്ലെ? ശരിയാ, ചാനൽ ഇല്ലാത്തതുകൊണ്ട്. 23 ഞാൻ തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. അല്ല, നോക്കണ്ട, കേട്ടോളൂ. അയ്യോ, സ്വർണ്ണ ഇല്ലേ പാർവതി? അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടല്ലോ. അതാണ്. ഓക്കെ, അപ്പം 25-ലും 27-ലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 23-ല് സ്വർണ്ണം ഇല്ല കേട്ടോ. കല്യാണ വരുന്ന ശനിയാഴ്ച, അതാ ഞാൻ അത് പറഞ്ഞ അതിങ്ങനെ ഉണ്ടാവട്ടെ. ആരുടെ കല്യാണം? കല്യാണ വാർഷികമാണ് എന്റെ. ആഹാ, അത് ശരി. ആഘോഷിക്കാൻ എന്താണ് ആഘോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വിവാഹ വാർഷികം പ്രമാണിച്ച്? എന്താ ആഘോഷം? അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒന്ന് പുറത്തു പോയി ഒരു ഭക്ഷണം കഴിക്കോ, അല്ലെങ്കിൽ എന്താ പറയാ വീട്ടിലൊരു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. വലിയ ഒന്നും സെലിബ്രേഷൻ വേണ്ടെങ്കിലും. എനിക്കറിയാം, എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മൾ ആഘോഷിക്കേണ്ട കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഇത്തിരി മിഠായി വാങ്ങിച്ചാണെങ്കിലും വീട്ടിൽ കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കണം കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ അഡ്വാൻസ്ഡ് ആനിവേഴ്സറി വിഷസ്. താങ്ക് യു സോ മച്ച്. പാവം പാർവതി ചോദിക്കുക, ദീപ തന്നെയല്ലേ, ദീപയ്ക്ക് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പറയണത്? അങ്ങനെയല്ല കേട്ടോ, ഞാൻ പറഞ്ഞ വലിയ രീതിയിൽ ആഘോഷിക്കണം എന്നല്ല. പക്ഷെ നമുക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇത്തിരി എന്താ പറയുക, നമ്മുടെ പൊടിയരി ഇല്ലേ, അല്ലെങ്കിൽ ഉണക്കലരി വെച്ചിട്ട് നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാം. അതിനൊന്നും ഒട്ടും അങ്ങനെ ചിലവില്ല. ചെറിയ ഒരു പായസം ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ സന്തോഷം ഏത് രീതിയിൽ നമുക്ക് പങ്കുവെക്കാൻ പറ്റുമോ അതിന് ഒരുപാട് ചിലവിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ആനിവേഴ്സറി. അടുത്ത കോളിലേക്ക് നമുക്ക് അടക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടുന്നാ വിളിക്കുന്നേ? അശോകൻ. ചവറ, കൊല്ലം അല്ലേ? ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, ഗുഡ്. സർ വർക്ക് ചെയ്യുവാണോ? റിട്ടയർഡ് ആണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഏതാ? 5555 അല്ലേ? ഓക്കെ, 55 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. തുറക്കാൻ പോകുന്നു. അയ്യോ അശോകൻ സർ, 55-നുള്ളിൽ സ്വർണം വെച്ചിട്ടില്ല ഇന്ന് കേട്ടോ. സാറില്ല, വിളിച്ചു കിട്ടിയില്ലേ? മുൻപ് വിളിച്ചിട്ടുണ്ടോ? സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? മുൻപ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് മുതിർന്നവരാണ് കൂടുതലും നമുക്ക് കോൾസ് വന്നിട്ടില്ല. ചില ഞായറാഴ്ചകൾ കുട്ടികളാണ് കൂടുതലും വിളിക്കാറ് അല്ലേ?
ഇത്തവണ എനിക്ക് ഇതുവരെ വന്നിട്ടുള്ളതൊക്കെ കൂടുതലും മുതിർന്നവരാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. മുതിർന്ന ആളാണോ, കൊച്ചുകുട്ടിയാണോ, അതോ ഹൗസ് വൈഫാണോ, പഠിക്കുന്ന ആളാണോ? നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഷീല. ഷീല എവിടെന്നാ വിളിക്കുന്നേ? ഹസീന. ഹസീന. ഓ, ആ ഹായ് അങ്ങ് കട്ടായി പോയി. പിന്നെ ഷീലയാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഓക്കെ, ഹസീന എവിടെന്നാ വിളിക്കുന്നേ? ഞാന് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ. ശരി, ഓക്കെ. എന്താണ് ഞായറാഴ്ചയായിട്ട് പരിപാടി ഹസീന? പ്രത്യേകിച്ച് പരിപാടിയൊന്നും. ആഹാ, അങ്ങനെയാണോ? ഓക്കെ. ഹസീന പേര് പോലെ തന്നെ എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ ഒരു ഹസീനയാണോ? സുന്ദരിയൊന്നുമില്ല. ആ, അങ്ങനെ പറയാൻ പറ്റില്ല. സുന്ദരിയിൽ അല്ലാന്നുള്ളത് കാഴ്ചക്കാരല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലേ? ശരി, അപ്പൊ ഹസീനയുടെ വീട്ടിൽ ആരുണ്ട്? ഭർത്താവുണ്ടോ? ഭർത്താവ് ജോലിക്ക് വയ്ക്കാം. വണ്ടി ഡ്രൈവറാണ്. അപ്പൊ ഇപ്പൊ ഓട്ടത്തിന് പോയിരിക്കാണോ? അതെ. അത് ശരി. ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവിനോട് ചോദിക്കായിരുന്നു ഹസീന സുന്ദരിയാണോ എന്ന്. അതാണ് ഞാൻ ചോദിച്ചേ. ശരി, ഓക്കെ. അപ്പൊ ഹസീന ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. നമ്പർ 21. ഞങ്ങളെ സിഗ്നൽ പോയിക്കാണ്, അതുകൊണ്ട് അറിയില്ല. നമ്പർ 21 ഉണ്ട്. 21 ഉണ്ട്. നമുക്ക് നോക്കാം. അതിൽ സ്വർണ്ണം ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്പർ പോയിട്ടില്ല. നമ്പർ തുറന്നു നോക്കാം. ഓക്കെ, അപ്പൊ 21 തുറക്കാൻ പോവാണ്. നമ്മുടെ മലപ്പുറത്തുള്ള ഹസീനയ്ക്ക് സ്വർണം ഇല്ലല്ലോ. ഹസീന, കുഴപ്പമില്ല അല്ലേ? സാരില്ല, പോട്ടെ. വീട്ടിലാരും മക്കളൊക്കെ ഉണ്ടോ? മക്കളുണ്ട്. എത്ര പേരാ? മക്കള് 4 പേരാണ്. രണ്ടാണും 2 പെണ്ണും. ആഹാ, ശരി. അപ്പൊ എല്ലാരും ഉണ്ടോ ഇന്നിപ്പോ വീട്ടില്? ഇല്ല, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തു. ആ, ശരി. കുട്ടികളുണ്ട്. ശരി ശരി, ഓക്കെ ഓക്കെ, നൈസ് നൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കും. വീണ്ടും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് മലപ്പുറം നിലമ്പൂരാണെന്ന് തോന്നുന്നു പറഞ്ഞത്. നിലമ്പൂരല്ലോ, എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പക്ഷെ മലപ്പുറം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ മലപ്പുറത്ത് നിന്ന് നമ്മുടെ ഹസീനയാണ് വിളിച്ചത്. താങ്ക് യു സോ മച്ച് ഹസീന. നമ്മുടെ അടുത്ത കോളറിലേക്ക് നമുക്ക് കിടക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ എവിടുന്നാടാ? എവിടുന്നാ വിളിക്കണേ? നേമം. ശരി, ഓക്കെ. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാ വർക്ക് ചെയ്യണേ? ഇവിടെ തന്നെ, കരമന. ആ, അത് ശരി, ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയൻ, ചേച്ചി. ആ, ഓക്കെ. അപ്പം വിവാഹം കഴിഞ്ഞിട്ടില്ല? ഇല്ല ഇല്ല. ഓക്കെ, നൈസ് നൈസ്. അപ്പൊ എന്താണ് സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണോ? ഹോളിഡേ ആണ്. ഹോളിഡേ ആണ്. എന്താണ് ചെയ്യാറ്? വെറുതെ ഇരിക്കുമ്പോ എന്താ ചെയ്യും? പാട്ട് കേൾക്കും, സിനിമ കാണും? പാട്ട് കേൾക്കും. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ അങ്ങനെ കാണാറില്ല. അങ്ങനെ കാണാറില്ല. അപ്പൊ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ സിനിമകളൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. ആ, സിനിമയൊക്കെ കുറച്ച് കാണും കേട്ടോ. നമുക്ക് ഇപ്പൊ മലയാള സിനിമ അങ്ങ് കുതിച്ചു നിൽക്കുന്ന സമയമാണ്. ഏറ്റവും നല്ല സിനിമകൾ, ഏറ്റവും അർത്ഥവത്തായ നല്ല നല്ല സിനിമകൾ പുറത്തു വരുന്ന സമയമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയെങ്കിലും OTT വരുമ്പോഴെങ്കിലും ഒന്ന് കാണാൻ നോക്കുക. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 30. ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാ? ലക്ഷ്മിപ്രിയക്ക് ഇത്തിരി ഭാഗ്യമൊക്കെ ഉള്ള ആളാണോ? അല്ല, ഒട്ടും അല്ലേ? ഷോ, എങ്ങനെ ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ല സംസാരിക്കില്ലേ? അറിയില്ല എന്നെങ്കിലും പറയൂ. ശരി, 30 തുറക്കാൻ പോവാ, നോക്കിക്കോളൂ. അയ്യോ, 30 സ്വർണ്ണം ഇല്ല. ഇപ്പൊ പറയൂ, ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞു പോസിറ്റീവായി ചിന്തിക്കും. സാരില്ല, 30 സ്വർണ്ണം ഇല്ല എന്ന് വെച്ച് സ്വർണം കിട്ടില്ല എന്നല്ല. അടുത്ത ആഴ്ച വീണ്ടും ശ്രമിക്കുക കേട്ടോ. ഒരുപാട് തവണ വിളിച്ചിട്ട് കിട്ടാതെ ഇരുന്ന് പിന്നീട് വിളിക്കുമ്പോൾ സ്വർണം കിട്ടുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ വീണ്ടും ട്രൈ ചെയ്യാ. ഓക്കെ ലക്ഷ്മിപ്രിയ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ലക്ഷ്മിപ്രിയ ആണ്. ലക്ഷ്മിപ്രിയക്കും സ്വർണം കിട്ടിയില്ല. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ടോ, ഇതാണ് ഫുള്ള് 21, 23, 25, 27 ഓരോന്നോരോന്ന് വിട്ട് ഓഡ് നമ്പേഴ്സ് ആ റോയിൽ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ 30 പോയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഒറ്റ റോ ആണ്. ഈ റോ ഒന്ന് നിങ്ങൾ കാണുന്നില്ലേ? 31, 32 ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോൾ ആരാണ് നോക്കാം. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി. ഗുഡ് ആഫ്റ്റർനൂൺ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. മനസ്സിലായോ? പിന്നെ ധനലക്ഷ്മി അല്ലേ? സത്യം പറഞ്ഞ നേരത്തെ ലക്ഷ്മിപ്രിയ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ധനലക്ഷ്മി ആണെന്ന് ഓർത്ത് എന്തോ എടാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ധനലക്ഷ്മി ആണെന്ന് വിചാരിച്ചിട്ട് ഡൗട്ട് അടിച്ചു അല്ലേ? അതാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ഏതെങ്കിലും പുതിയ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? ഞങ്ങളുടെ പുതിയ ചാനലിന്റെ കാര്യം അറിഞ്ഞോ? ജ്യോതി ചാനലിന്റെ കാര്യം? നല്ല കാര്യം. അത് തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വീട്ടിലെ വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു ചേച്ചി. മോന്റെ ബർത്ത്ഡേ
ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു. അവന്റെ ബർത്ത്ഡേക്ക് ഇട്ട കോസ്റ്റ്യൂം തന്നെയാണ് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത്. അവന് അതന്നെ, അത് അവൻ വളരെ ഹാപ്പി. അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അവനിപ്പോ നടന്നു തുടങ്ങി, ഇത്തിരി ചെറുതായിട്ട് പിച്ച വെച്ച് തുടങ്ങി. അങ്ങനെയൊക്കെ ആഘോഷിച്ചു. അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല സത്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ ധനലക്ഷ്മി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇത്തവണെങ്കിലും സ്വർണ്ണം കിട്ടട്ടെ നമ്മുടെ ധനലക്ഷ്മിക്ക്. തരണം അല്ലേ? എന്താ തരേണ്ടത്? സ്വർണ്ണാണോ ഉദ്ദേശിച്ചത്? തരണം, ഇത്തവണ എനിക്ക് തരണം. എന്താ വേണ്ടത് പറയൂ. ഞാനിങ്ങ് എടുത്തു അല്ലേ? ശരി, നമ്പർ പറഞ്ഞോ ധനലക്ഷ്മി. ഞാൻ റോ മാറ്റി പിടിച്ചിട്ടുണ്ട്. 57. അതായത് 57. ഓക്കെ, 57 നോക്കട്ടെ. ദൈവം ഇതില് സ്വർണ്ണം ഉണ്ടോ എന്തോ. പാവം നമ്മുടെ ധനലക്ഷ്മി. നോക്കട്ടെ, 57ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ. ഞാൻ തിരിച്ചടയ്ക്കാം. എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. കണ്ടോ? നന്നായി കാണാൻ മാത്രം ഒന്നുമില്ല, സ്വർണ്ണം ഇല്ല, അത് കുഴപ്പമില്ല. അതെ അതെ, കരഞ്ഞോണ്ടിരിക്കുന്ന ഉപ്സ് എന്ന് പറയുന്ന വേഷം. സാരില്ല, ധനലക്ഷ്മി വീണ്ടും വിളിക്കൂ കേട്ടോ. ധനലക്ഷ്മി വിളിക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ. ശരിക്കും ഈ സ്വർണ്ണവർഷം നമ്മുടെ 100ാം എപ്പിസോഡിലേക്ക് ഷോള് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. 100ാം വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന 100ാം എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കോളേഴ്സിനോടാണ് നമുക്ക് ശരിക്കും നന്ദി പറയാനുള്ളത്. കാരണം എത്ര വട്ടം വിളിച്ചാലും അവർക്ക് സ്വർണം കിട്ടിയാലും ഇല്ലെങ്കിലും വിളിക്കണോ, നമ്മളോട് സംസാരിക്കുന്നു, നമ്മുടെ വിശേഷങ്ങൾ തിരക്കുന്നു, നമ്മൾ അവരുടെ വിശേഷങ്ങൾ തിരക്കുന്നു. അപ്പോൾ ഒരു കുടുംബം പോലെ സ്വർണ്ണവർഷം മുൻപോട്ട് പോകുന്നത് ഇതുപോലെ നമ്മളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കാരണമാണ്. സോ താങ്ക് യു സോ മച്ച് ധനലക്ഷ്മി ഫോർ ബീയിങ് ഹൂ യു ആർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേന്ദ്രൻ എന്നാണോ പറഞ്ഞേ? അതെ അതെ അതെ. ഓക്കെ, എവിടുന്നാ വിളിക്കണേ? പുതുപ്പള്ളി. ഓക്കെ, പുതുപ്പള്ളി. എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പം വർക്കൊന്നുമില്ല, ചുമ്മാ ഇരിക്കുകയാണ്. ആഹാ, എന്ത് ചെയ്തോണ്ടിരുന്നു? ബേക്കറി ഫീൽഡ് ആയിരുന്നു. ആഹാ, അന്ന് പിന്നെ ഇപ്പൊ അതൊരു നല്ലൊരു ബിസിനസ് അല്ലേ ബേക്കറി? അതെ, കോവിഡൊക്കെ വന്നതോടുകൂടി കച്ചവടം എല്ലാം ഡിമായി, അങ്ങനെ. അത് ശരി. ഓക്കെ. ശരിക്കും ഒരിക്കലും ഡൗൺ ആവാത്തൊരു ബിസിനസ്സാണ് ഈ ബേക്കറി എന്ന് പറയുന്നത് തോന്നുന്നു. അവിടെ നമുക്ക് പല രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇനി അത് സാധിക്കട്ടെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാന്, ഭാര്യ, പിന്നെ ഒരു മോനുണ്ട്. മോന് വീട്ടിലെ വെളിയിലാണ്, മകളെ കെട്ടിച്ചു വിട്ടു. ഓക്കെ, അപ്പം സത്യം പറഞ്ഞ അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രാരാബ്ദമൊന്നും ഇല്ല, ഇങ്ങനെ അല്ലേ റിലാക്സ് ചെയ്ത് അങ്ങനെ പോകുന്നു, സ്വസ്ഥമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 35. ഓ, ആദ്യമായിട്ട് ഒരാൾ ഈ റോ ഒന്ന് തൊട്ടു. 35 നോക്കട്ടെ, ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, 35ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ? അയ്യോ, സ്വർണം ഇല്ലല്ലോ. സാരില്ല, വീണ്ടും വിളിക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നിട്ട് ആ ബേക്കറി ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ നോക്കൂ കേട്ടോ. ഓക്കെ, നമുക്ക് പറയാൻ എളുപ്പമാണ്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ഒന്ന് കൈപൊള്ളി കഴിഞ്ഞാലേ പിന്നെ വീണ്ടും അത് തുടങ്ങാനൊക്കെ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് ചിലപ്പോൾ ബിസിനസ്സിലേക്ക് പലരും ഇറങ്ങുന്നത് അവരുടെ ഭയങ്കരമായ താല്പര്യം കാരണമാണ്. ഇപ്പോൾ ബേക്കറി ഒരാൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആഹാരത്തിനോടും ബേക്കറി ആ ഒരു സംരംഭത്തിനോടും അതിയായ ആഗ്രഹം ഉണ്ടായിട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതില്ലാണ്ട് ആകുമ്പോൾ അതുപോലെ വിഷമമായിരിക്കും. അത്തരം ആഗ്രഹമൊന്നും ഇല്ലാത്തവർ ആരുടെയെങ്കിലുമൊക്കെ കമ്പനിയിൽ പോയിട്ട് മാസം ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ കയറും. പക്ഷെ അത്രത്തോളം മനസ്സിൽ ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു സംരംഭം അതില്ലാണ്ടാകുമ്പോഴൊരു വിഷമമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അതൊന്ന് പൊടി തട്ടി വീണ്ടും എടുത്തൊന്ന്, ഇപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൂടെ ഒക്കെ അല്ലേ പ്രൊമോഷൻ നടക്കുന്നത്. അപ്പം നല്ല രീതിയിൽ പ്രൊമോട്ടൊക്കെ ചെയ്ത് ചിലപ്പോൾ അങ്ങ് പച്ച പിടിച്ചേക്കും. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ടെലിവിഷന്റെ വോളിയം കുറയ്ക്കുക, ടെലിവിഷനിൽ ശ്രദ്ധിക്കാതിരിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ അല്ല, ഇഷ്ടപ്പെട്ട നമ്പർ അല്ല, ആദ്യം പേര് പറയൂ. ഗണേശൻ. രമേശൻ എവിടുന്നാ വിളിക്കുന്നേ? വൈക്കം അല്ലേ? ഇടയ്ക്ക് ബ്രേക്ക് ആയി. ഓക്കെ, ശരി. ആരാ വീട്ടിലുള്ളത്? അവിടെ ബാക്കിൽ ഇരുന്നിട്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരത്?
അത് കൊച്ചുമോനാ. കൊച്ചുമോനാണോ? ഓക്കെ, കൊച്ചുമോൻ എന്താ ചെയ്യണേ? സ്കൂളിൽ പഠിക്കാണോ? സ്കൂളിൽ പഠിക്കുന്നു, 4ൽ പഠിക്കുന്നു. 4ൽ പഠിക്കാണ്. ആള് ഭയങ്കര എനർജി ആണല്ലോ. അവിടെ ഉണ്ടോ? ഫോൺ കൊടുക്കോ? കൊടുക്കാം. പെട്ടെന്ന് കൊടുത്തു കേട്ടോ. ഓടി വരാൻ പറയൂ, ചാടി വരാൻ പറയൂ, പറന്നു വരാൻ പറയൂ. ഹലോ. ഹലോ, പേര് പറയൂ. എന്താ പേര്? ആദികൃഷ്ണ. ആദികൃഷ്ണ ടിവിയിൽ ശ്രദ്ധിക്കരുത് കേട്ടോ. ആദികൃഷ്ണ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ആദികൃഷ്ണ ടിവി ശ്രദ്ധിക്കാണ്. നമ്പർ പറയൂ. പോയി, കുഴപ്പമില്ല. ടി വി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമ്പർ പറയൂ. 63. 63ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. കണ്ടോ? ആദികൃഷ്ണ ടിവിയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവസാനം സ്വർണവും ഇല്ല, സംസാരിക്കാനും പറ്റിയില്ല. കണ്ടോ? സ്വർണ്ണം ഇല്ല കേട്ടോ. സന്തോഷം മാത്രം. വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമുക്ക് ഇന്ന് 2 സ്വർണ്ണമാണ് ഇതുവരെ പോയത്. ഇനി നമുക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ ഇവിടെ എവിടെയൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വിളിക്കുക. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. വാട്സാപ്പിൻ്റെ കാര്യം ആരും മറക്കണ്ട. ധാരാളം വാട്സാപ്പ് മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്, കോൾസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വിളിക്കാണ്ടിരിക്കുക, അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആരും വിളിക്കാതിരിക്കുക. വാട്സാപ്പ് ഇപ്പോൾ ACV വെച്ച ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ വാട്സാപ്പ് നമ്പർ പറയാം. 8086011443. ഓക്കെ, അപ്പം നമ്മളെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. ആരാൻ നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വിനോദിനി. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. വിനോദിനിയുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് തന്നെ ജീവിതം മടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ വിഷമിച്ച് നമ്മളങ്ങ് എന്തൊക്കെയോ വിഷമത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. എന്ത് പറ്റി? എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. ഒരു ഞായറാഴ്ച ആയപ്പോ ഒരു മടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അത്രേ ഉള്ളൂ. ജോലിയായിരുന്നു, തുണി നനയ്ക്കുമ്പോ. അയ്യോ, ഞായറാഴ്ച നമ്മൾ തുണി നനയ്ക്കുന്ന പരിപാടി ഭർത്താവിനെ ഏൽപ്പിക്കണം. ഭർത്താവുണ്ടോ അവിടെ അടുത്ത്? ഭർത്താവില്ല, മരിച്ചു 1 വർഷമായി. സോ സോറി കേട്ടോ, സോ സോറി. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? മോളുണ്ട്, മോനുണ്ട്, മോക്കൊരു കുഞ്ഞുണ്ട്. ആഹാ, വെരി നൈസ്. അപ്പൊ എല്ലാരും കൂടെ ഉണ്ടോ ഇന്ന്? അവിടെ ഉണ്ട്. സൺഡേ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. ശരി, അപ്പൊ വിനോദിന് ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഒരു സ്വർണം കിട്ടിട്ടെ ചേച്ചിക്ക് എന്ന് നമ്പർ പറഞ്ഞു. 40. ഓക്കെ, 40ൽ നമ്മുടെ വിനോദിനി ചേച്ചിയെ സന്തോഷിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, തുറന്ന് നോക്കട്ടെ. നോക്കാൻ പോവാ. അയ്യോ, 40ല് സ്വർണ്ണം ഇല്ല. വീണ്ടും വിളിക്കണം കേട്ടോ. പിന്നെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? പാട്ട് കേൾക്കുക. നല്ല പാട്ട്. നമ്മൾ മനസ്സിങ്ങനെ വിഷമിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന കാര്യമാണ്. പാട്ട് കേൾക്കുമ്പോൾ മനസ്സങ്ങ് ഉണരും അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു വികാരം തന്നെ അങ്ങ് മാറും. ആ വിഷമൊക്കെ ഒന്ന് മാറിയൊന്ന് ഉഷാറാവും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. ഓക്കെ, അടുത്ത പ്രാവശ്യം സ്വർണം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളെ വിളിച്ചത് വിനോദിനി ചേച്ചിയാണ്. ചേച്ചി 40 പറഞ്ഞത്, പക്ഷേ 40ൽ സ്വർണം ഉണ്ടായിരുന്നില്ല. സാരമില്ല, വീണ്ടും വിളിക്കുക. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പ്രവീണ. എവിടുന്നാ വിളിക്കണേ പ്രവീണ? നെടുമങ്ങാട്. ഓക്കെ, ശരി. പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലേക്കൊക്കെ വരാറുണ്ടോ പ്രവീണ? ഞാൻ 4-5 എന്റെ വീട്. അത് ശരി. വീട് നെടുമങ്ങാട്. വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ്, 2 മോള്. 2 പെൺകുട്ടികളാണ് അല്ലേ? അവരെന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ അതോ മുതിർന്ന കുട്ടികളാണോ? മൂത്താള് 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഇളയാള് UKG. ആഹാ, അത് ശരി. അപ്പൊ എങ്ങനെയാണ് രണ്ടുപേരും പഠിച്ചോളുവോ? എന്ന് വെച്ചാൽ UKG പഠിക്കുന്ന ആൾക്ക് അധികം ഉണ്ടാവില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളൊക്കെ നല്ല കുട്ടിയായിട്ടിരുന്ന് പഠിച്ചോളുവോ? പഠിക്കുന്നുണ്ട്. രണ്ടുപേരും പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ ഈ മൂത്ത 2 പേരുടെ പേരൊന്ന് പറഞ്ഞേ. മൂത്താള് അമൃത, ഇളയാള് അക്ഷര.
ആ അതെ. ഓക്കെ, അപ്പൊ അമൃതം നല്ലോണം നോക്കിക്കോളൂ അക്ഷരക്കുട്ടിയെ. ആ അമൃതയാണ് നോക്കുന്നത്. അമൃതയാണ് നോക്കുന്നത് ഫുൾ അല്ലേ? ആ അതെ അതെ അതെ. ശരിയാണ്. നമ്മൾ കുറച്ചധികം ഏജ് ഗ്യാപ്പിൽ വന്ന് മുതിർന്ന ആൾ പെൺകുട്ടിയും കൂടി ആണെങ്കിൽ പിന്നെ നമുക്ക് നല്ല സുഖമാണ്. എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. അത് സന്തോഷത്തോടെ നോക്കും അല്ലേ? ആ മോളാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത്. അയ്യോടാ, എനിക്ക് ജോലിയുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ? ആ അതെ അതെ. പിന്നെ പ്രൈവറ്റ് ഫിനാൻസിൽ വർക്ക് ചെയ്യാം. പ്രൈവറ്റ് ഫിനാൻസിൽ. ഓക്കെ, എവിടെയാ വർക്ക് ചെയ്യുന്ന സ്ഥലം? ട്രിവാൻഡ്രത്ത് തന്നെയാണോ? ഞാൻ വട്ടപ്പാറ, ട്രിവാൻഡ്രത്ത് വട്ടപ്പാറ. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 29. 29. ഓക്കെ, 29ന്റെ ഉള്ളിൽ സ്വർണം കാണുമോ എന്ന് എനിക്കറിയില്ല. 20കളിൽ 2 സ്വർണം ഓൾറെഡി നമ്മൾ എടുത്തു. ഇനി വീണ്ടും മൂന്നാമതൊരു സ്വർണം കൂടെ നമ്മുടെ പ്രൊഡ്യൂസർ കൊണ്ട് 20ൽ തന്നെ വെക്കുമോ എന്ന് എനിക്കറിയില്ല. 29 അല്ലേ പറഞ്ഞത്? ശരി, ഞാൻ തുറക്കാൻ പോവാ, നോക്കിക്കോളൂ. അയ്യോ, അതില് സ്വർണം ഇല്ല. ഒന്നും മാറ്റി പിടിക്കായിരുന്നില്ലേ? വേറെ ഏതെങ്കിലും ഒരു റോ മാറ്റി പിടിക്കായിരുന്നില്ലേ? സാരില്ല, പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ 2 എണ്ണമേ ഒരു റോയിൽ വെക്കാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ല. പക്ഷെ എന്നാലും കാണാനുള്ള സാധ്യത കുറവല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല, അപ്പൊ സാരില്ല, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സ്വർണ്ണം ഇല്ലാന്ന് അറിഞ്ഞപ്പോഴേ കട്ട് ചെയ്തോ ആവോ. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇന്ന് 2 സ്വർണ്ണ നാണയങ്ങളാണ് പോയത്. ഇപ്പം ഇതിലിതാ ഇനിയിപ്പം 3 കൂടി ഉള്ളൂ. 22, 24, 26, 28, 4 കൂടി ആ റോയിലുള്ളൂ. അതിൽ ഇനി സ്വർണ്ണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോയെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ളൊരു നമ്പർ പറയൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേന്ദ്രൻ. നേരത്തെ വിളിച്ച രാജേന്ദ്രൻ ആണോ? അല്ലല്ല, ഇത് വേറെ രാജേന്ദ്രന്മാരുടെ ദിവസമാണ്. ഇന്ന് രാജേന്ദ്രന്മാരുടെ ദിവസമാണ്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിൻകര എന്നുള്ള രാജേന്ദ്രൻ. നേരത്തെ രാജേന്ദ്രൻ വേറെ എവിടെ നിന്നായിരുന്നു. ഓക്കെ, നെയ്യാറ്റിൻകരയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. ഇനി ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരല്ലേ? ആഘോഷിക്കാറുണ്ടോ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ? കുട്ടികള് ആഘോഷിക്കാറുണ്ട്. അതാണ്. ഒരു കേക്ക് ഒക്കെ വാങ്ങി മുറിച്ച് സാന്റക്ലാസ് ഒക്കെ അവിടെ വരാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ സാന്റക്ലാസ് ഒക്കെ വന്ന് ക്രിസ്മസ് കാരലൊക്കെ വരാറൊക്കെ ഉണ്ടോ? വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്രിസ്മസും പുതിയൊരു വർഷത്തിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവല്ലേ. അപ്പം നല്ലൊരു വർഷമൊക്കെ ആവട്ടെ. ഒരുപാട് നേരത്തെയാണ് ഇതൊക്കെ ഞാൻ പറയണേ, എങ്കിലും അങ്ങ് പറയാണ്. ഓക്കെ ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 13. ആഹാ, എന്താണ് 13 ചൂസ് ചെയ്യാനുള്ള കാരണം? മോളുടെ ഒരു ബർത്ത്ഡേ ദിവസമാണ്. വെരി നൈസ്. അപ്പൊ ലക്കി ആണ് അല്ലേ 13. ശരി, അപ്പൊ ഞാൻ 13 തുറന്ന് നോക്കാം. നോക്കിക്കോളൂ മിസ്റ്റർ രാജേന്ദ്രൻ. സോറി, 13 സ്വർണ്ണം ഇല്ല. സാരില്ല, അപ്പൊ വീണ്ടും വിളിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പം 13 രാജേന്ദ്രൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ അടുത്ത കോളർ റെഡി ആണെന്ന് തോന്നുന്നു. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അനിൽകുമാർ. എവിടുന്നാ വിളിക്കുന്നത്? അനിൽകുമാർ, പേയാടുന്നാണ് വിളിക്കുന്നത് അല്ലേ? ശരി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ? മക്കൾ മോളെ കല്യാണം കഴിഞ്ഞു പോയി, മോനും കല്യാണം കഴിഞ്ഞു. 2 പേരും കല്യാണം കഴിഞ്ഞു. അപ്പൊ ഭാര്യയും ഭർത്താവും സുഖം, സ്വസ്ഥം, അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്നു അല്ലേ? ഞാൻ ഒരു എക്സ്-സർവീസ്മാനാണ്. നേരത്തെ വിളിച്ചിട്ടുള്ള ആളാണോ? നേരത്തെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടും സാറിന്റെ അടുത്ത്. കഴിഞ്ഞ തവണ വിളിച്ചപ്പോഴും ഞാൻ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അതെ, ഞാൻ അതെ അതെ അതെ. ഓക്കെ, വെരി നൈസ് ടു ടോക്ക് ടു യു അഗൈൻ. അപ്പൊ സാർ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 31. ഓക്കെ, 31ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുറക്കട്ടെ? അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. വീണ്ടും വിളിക്കണം കേട്ടോ, അതാണ് അതിന്റെ സ്പിരിറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അടുത്ത പ്രാവശ്യം വീണ്ടും സംസാരിക്കാം. താങ്ക് യു, ബൈ. ഒരു എക്സ് സർവീസ്മാൻ അനിൽകുമാർ അല്ലേ? അനിൽകുമാർ എന്നാണ് പറഞ്ഞത്. അദ്ദേഹമാണ് വിളിച്ചത്. മുൻപും വിളിച്ചിട്ടുണ്ടായിരുന്നു.
നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ ഒരു എക്സ് സർവീസ് ഉള്ള ആൾക്കാർ, അങ്ങനെ ആർമിയിലും അങ്ങനെയുള്ള ആളുകളൊന്നും അങ്ങനെ വിളിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ വിളിച്ചു, അത് 2 തവണ വിളിച്ചു, 2 തവണ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും വിളിക്കുക കേട്ടോ. ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരു വിഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് പറയണത്. താങ്ക് യു സോ മച്ച്. ശരി, അപ്പോൾ നമുക്ക് എന്തായാലും വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 12:45 വരെയാണ് നമ്മൾ മെസ്സേജസ് ആക്സെപ്റ്റ് ചെയ്യാന്ന്. അപ്പോൾ ഇനി അങ്ങോട്ട് ആരും മെസ്സേജ് അയക്കേണ്ട ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രഞ്ജിത്ത്. ശ്രീജിത്ത്. രഞ്ജിത്ത്. രഞ്ജിത്ത്, എവിടുന്നാ വിളിക്കുന്നത് രഞ്ജിത്ത്? തലശ്ശേരിന്ന്. എന്തൊക്കെയുണ്ട് രഞ്ജിത്തെ വിശേഷങ്ങൾ? എന്താ ചെയ്യുന്നേ? ഞാൻ വെൽഡിങ്ങിന്റെ വർക്ക്. വെൽഡിങ് വർക്ക്. ഷോ, ഈ ഉച്ച സമയത്തൊക്കെ തലശ്ശേരി എന്ന് പറയുമ്പോൾ എനിക്ക് തലശ്ശേരി ബിരിയാണിയാണ് ഓർമ്മ വരുന്നത് ശരിക്കും. അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ബിരിയാണി? ഭയങ്കര അടിപൊളിയല്ലേ, ഭയങ്കര ഫേമസ് അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്താണ്, ബിരിയാണി ആണോ അതോ? ചോറ്, നമ്മുടെ സ്വന്തം മീൽസ് അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ രഞ്ജിത്ത്. 47 ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മളെ തലശ്ശേരിയിൽ നിന്നും രഞ്ജിത്താണ് വിളിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ രഞ്ജിത്ത്. അയ്യോ രഞ്ജിത്തെ, അടുത്ത പ്രാവശ്യം ഭാഗ്യ പരീക്ഷണം നടത്തൂ എന്നാണ് അതിനുള്ളിൽ നിന്നും ഒരാൾ പറയുന്നത്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നോ പ്രോബ്ലം. ഓക്കെ, ശരി. രഞ്ജിത്ത് എന്താ ചെയ്യണേന്ന് പറഞ്ഞില്ലല്ലോ? വെൽഡിംഗ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ശരി രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, അപ്പം നമുക്ക് ഇതുവരെ 2 സ്വർണ്ണ നാണയങ്ങളാണ് പോയിട്ടുള്ളത്. നമുക്ക് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഇനി ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചെത്താം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. ACVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ബ്രേക്കിന് ശേഷം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ഓക്കെ, ഇതിപ്പോൾ നവംബർ മാസമാണ്. നവംബർ മാസം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഏറ്റവും വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മളിങ്ങനെ കടക്കുവാണ് അല്ലേ? അപ്പോൾ ഒരുപാട് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഈ വർഷം ചെയ്യാനിരുന്ന കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ഒന്നുകൂടി പൊടിതട്ടി എടുക്കേണ്ട ഒക്കെ ഒരു സമയമാണ്. അതേപോലെ നവംബർ ഇസ് ദി മന്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദിയുടെ മാസമാണെന്ന് പറയും. നമുക്ക് ആരുടെയെങ്കിലും, അതുകൊണ്ടാണ് ഈ വെസ്റ്റേണേഴ്സൊക്കെ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി നവംബർ അവസാനം. അപ്പോൾ വേൾഡ് വൈഡ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മന്താണ്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിൽ നന്ദിയുണ്ട് എന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ നന്ദി ഉണ്ടാവാതിരിക്കില്ല നമുക്ക് അല്ലേ? അപ്പോൾ ആരുടെയെങ്കിലും നന്ദി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാൻ, അത് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുക ഈ മാസം അല്ലേ? അത് ഈ മാസം തന്നെ ആവണം എന്നില്ല, പക്ഷെ ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ അല്ലേ? അതുകൊണ്ട് അതിനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, നമ്മുടെ എന്തായാലും ഇന്ന് സ്വർണം തന്നതിന് ഞങ്ങളോട് നന്ദി പറയാൻ ഇടയാവട്ടെ അടുത്ത കോളറിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേശ്വരി. എവിടുന്നാ വിളിക്കണേ? പ്രാവച്ചമ്പലത്തിൽ നിന്നാ വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. ആരൊക്കെ ഉണ്ട് അമ്മ വീട്ടില്? വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ മോളെ. ആഹാ, അത് ശരി. ബാക്കി എല്ലാരും എവിടെ പോയി? ബാക്കി ആരും ഇല്ല. ഓക്കെ, മാത്രമേ ഉള്ളൂ. ശരി. എങ്ങനെയാണ് എന്തൊക്കെയാ ചെയ്യാറ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ? എന്തൊക്കെ ചെയ്യും അമ്മ? ഇപ്പോഴത്തിരി സുഖമില്ലാത്തോണ്ട് നല്ലതും എന്തെങ്കിലും ശകലം വല്ലതും വെക്കും, കഴിക്കും, അങ്ങനെ ഇരിക്കുന്നു. അത് ശരി. ഓക്കെ, അപ്പം ആരോഗ്യമൊക്കെ എങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? ആരോഗ്യമൊക്കെ മരുന്ന് പോവ തന്നെ. അത് സാരില്ല. ഇപ്പം
എന്താ പറയാ, ഇപ്പൊ ഓരോ തലമുറ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് പറയാൻ പോലും പറ്റില്ല. നമ്മുടെ മുതിർന്നവരൊക്കെ ഇരിക്കണം അത്രയും നാളൊക്കെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ ആരോഗ്യമില്ലേ, ഞങ്ങളെ വിളിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, TV കണ്ടിട്ട് നമ്പർ നോക്കി വിളിച്ച് ട്രൈ ചെയ്ത് കിട്ടും. ഇതൊക്കെ അത്രയൊക്കെ ആരോഗ്യം ഉണ്ടല്ലോ, അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ആരോഗ്യമുള്ള ആളാണ്. എത്രയോ മാസം കൊണ്ട് വിളിക്കണേ കിട്ടിയത്. അത് ശരി, അതാണ് നമ്മൾ ഒരിക്കലും പിന്തിരിയാതെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതാണ് അതാണ് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി അമ്മയ്ക്ക് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കാണാൻ ഒരു കാര്യം കൂടിയുണ്ട്. ജ്യോതി എന്ന് പറയുന്ന ചാനലുണ്ട് 118. കാണുന്നുണ്ടല്ലേ? വെരി ഗുഡ്. അത് അമ്മയ്ക്ക് ശരിക്കും ഇഷ്ടാവും. അതാ ജ്യോതി. ഓക്കെ, അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ അമ്മ. നമ്പർ പറഞ്ഞോ. 28. വീണ്ടും 20. 28ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ, സ്വർണം ഇല്ലല്ലോ. വിളിച്ചു കിട്ടിയല്ലോ, അതല്ലേ? അത് നമ്മൾ വിളിച്ചില്ല. ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ പറ്റുമായിരുന്നോ നമുക്കിങ്ങനെ, അല്ലേ? അതാ. ഓക്കെ അമ്മ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം കേട്ടോ സംസാരിക്കാൻ കഴിഞ്ഞതിൽ. എനിക്ക് വീണ്ടും വിളിക്കാം. താങ്ക് യു. ബൈ. അല്ലേ, നല്ലൊരു അമ്മ അല്ലേ? എനിക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണുന്നതിൽ ഏറ്റവും ഹാപ്പി ആയ ഒരാളാണ്. കാരണം ഈ പ്രായത്തിലും ഇത്രയും ഹെൽത്ത് ഉണ്ട്, വിളിച്ച് സംസാരിക്കാനുള്ള ആരോഗ്യമുണ്ട്. ഇൻ മൈ ഐസ് ഷീ ഈസ് വെരി ഹെൽത്തി ആൻഡ് ഹാപ്പി. ഞാനൊക്കെ അത്രയും നാൾ അങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തീസ്. മഞ്ജു, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം മഞ്ജു. എവിടുന്നാ വിളിക്കുന്നേ? ശരി. എന്ത് ചെയ്യുന്നേ മഞ്ജു? വീട്ടിലാണ്. വീട്ടിലെന്താ ചെയ്യുന്നേ? വീട്ടിലെന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നേ? ശരി, അതൊരു വലിയ ജോലിയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മഞ്ജു? 2 കുട്ടികളുണ്ട്, എന്നിട്ടാണോ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലിരിക്കാന്ന് പറഞ്ഞു? 2 കുട്ടികളെയും ഭർത്താവിനെ നോക്കുന്ന പോലെ അതുപോലൊരു ബുദ്ധിമുട്ട് വേറെ ഉണ്ടോ? പിന്നെ അല്ലാണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ചോദിക്കുമ്പോൾ ജോലിയൊന്നും ഇല്ല, ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോലി ചെയ്യുന്നില്ല. പക്ഷെ 24 മണിക്കൂറും നമുക്ക് ജോലിയാണ്, അല്ലേ? അതാണ് സത്യം. അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ മഞ്ജു. 14. ഓക്കെ, 14ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ നമുക്ക് നോക്കാലോ. നമ്മുടെ മഞ്ജു എവിടുന്നാ വിളിക്കുന്നതെന്നാ പറഞ്ഞ മഞ്ജു? കരമന. ഓക്കെ, കരമനയിൽ നിന്ന് വിളിക്കുന്ന മഞ്ജുവിനെ കാത്ത് സ്വർണമുണ്ടോ? ഇല്ലല്ലോ മഞ്ജു. സാരില്ല, മഞ്ജു വീണ്ടും വിളിക്കോ? ഇനി വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. മഞ്ജു എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട കേട്ടോ. മാഡം എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അകൽച്ച തോന്നിക്കും, അല്ലേ? എന്നെ പേര് വിളിച്ചാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും മഞ്ജുവാണ് നമ്മളെ വിളിച്ചത്. മഞ്ജുവിന് ഇത്തവണ സ്വർണം കിട്ടിയില്ല, അടുത്ത പ്രാവശ്യം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ. ഹലോ. ഓ, ഇതാരാണ്? ശ്രീവേദ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് വീണ്ടും സ്വാഗതം ശ്രീവേദ. അയ്യോ, ശ്രീവേദ സ്വർണം കൊണ്ടേ പോവല്ലേ? നല്ല വാശിയുള്ള ആളാണെന്ന് തോന്നുന്നല്ലോ. ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ശ്രീവേദ. 48. ഓക്കെ, 48നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം ശ്രീവേദ. നമ്മുടെ ലാസ്റ്റ് കോളർ ആണ്. സ്വർണ്ണം ഉണ്ടോ നോക്കാം. 48 ഞാൻ തുറക്കാൻ പോകുന്നു. അയ്യോ ശ്രീവേദ, സ്വർണ്ണം ഇല്ല. സാരില്ല, 2 തവണ വിളിച്ച് കിട്ടിയില്ലേ, അപ്പൊ ഇനി സ്വർണ്ണം കിട്ടിക്കോളും. വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വാട്സാപ്പിലൂടെ നമുക്ക് മെസ്സേജ് അയച്ചവരിൽ നിന്നുമുള്ള വിജേതാക്കളെ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും ആകാംക്ഷയുടെ വോളിയം ഒക്കെ കൂട്ടി വെച്ച് കേട്ടോളൂ. ദേവു ഫ്രം മാവേലിക്കരയാണ്. ദേവു പറഞ്ഞത് 65ആണ്. 65ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, വിളിച്ചു പറഞ്ഞതല്ല, വാട്സാപ്പിൽ വന്നതാണ്. ഓക്കെ, അപ്പൊ 65ൽ സ്വർണം ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്തേക്കാം. കൺഗ്രാറ്റുലേഷൻസ് ദേവു. കണ്ടോ
വിളിച്ചവരാരും ഈ ഭാഗത്തോട്ട് നോക്കിയതേ ഇല്ല. പക്ഷെ ദേവു 65 കണ്ടു. കൺഗ്രാറ്റുലേഷൻസ് ദേവു. നമുക്ക് വാട്സാപ്പിൽ നിന്നും ഒരു വിന്നറാണ് ഇന്ന് ഉള്ളത്, അത് ദേവുവാണ്. കൺഗ്രാറ്റുലേഷൻസ്. കോൾസിലൂടെ നമുക്ക് 2 പേർക്കാണ് സമ്മാനം കിട്ടിയിട്ട് സ്വർണം കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് ടു യു ടു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ മറ്റൊരു എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ധാരാളം സ്വർണ്ണ നാണയങ്ങളുമായി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വീണ്ടും ഞങ്ങൾ എത്തും. അതുവരെ ദിസ് ഇസ് ദീപ സൈനിങ് ഓഫ് ഫ്രം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.